AIADMK MLA-മാരുടെ നിർണായകമായ യോഗം ഇന്ന് ചേരും. എല്ലാ MLA-മാരോടും യോഗത്തിൽ പങ്കെടുക്കാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം. യോഗത്തിൽ ശശികലയെ നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിച്ചേക്കും. അടുത്തയാഴ്ച തമിഴ്നാട് മുഖ്യമന്ത്രി ശശികല ചുമതലയേൽക്കുമെന്നാണ് സൂചന. വിശദാംശങ്ങളുമായി മനു ശങ്കരൻ ജില്ലയിൽ നിന്നും ചേരുന്നു. മനു, MLA-മാരുടെയൊക്കെ തന്നെ എത്രത്തോളം പിന്തുണയാണ് ശശികലയ്ക്കുള്ളത്? ഇന്നത്തെ നിർണായക യോഗമാണെന്ന് ചേരുക. ഈ യോഗത്തിൽ നിയമസഭാ കക്ഷി നേതാവായി ശശികല വരാനുള്ള സാധ്യതകൾ എത്രത്തോളം? അണ്ണാ DMK യോഗം ചേരുന്നത് അണ്ണാ DMKയുടെ ആസ്ഥാനത്ത് വെച്ചാണ് MLA-മാരുടെ യോഗം. ഈ യോഗത്തിൽ അണ്ണാ DMK ജനറൽ സെക്രട്ടറി ശശികലയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വഴിയൊരുങ്ങുന്ന നിർണായക യോഗമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇന്ന് ചേരുന്ന അണ്ണാ DMK MLA-മാരുടെ യോഗം മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ശശികലയോട് ആവശ്യപ്പെടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. പാർട്ടി നിയമസഭാ കക്ഷി നേതാവായി അവരെ തെരഞ്ഞെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും. ഈ മാസം 8-നോ 9-നോ ശശികല മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതേസമയം ഇന്നത്തെ യോഗത്തിന്റെ അജണ്ടയിൽ ഈ വിഷയം ഇല്ലെന്നാണ് ഔദ്യോഗികമായി മാധ്യമങ്ങൾ മുമ്പാകെ ചില നേതാക്കൾ പറയുന്നത്. MLA-മാരിൽ ഭൂരിഭാഗവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശശികലയെ പിന്തുണയ്ക്കാനാണ് സാധ്യത. വഴിമാറിക്കൊടുക്കാൻ മുഖ്യമന്ത്രി പനീർസെൽവവും തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സംസ്ഥാന സർക്കാരിന്റെ ഉപദേഷ്ടാവ് ഷീല ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം സ്ഥാനമൊഴിഞ്ഞതും ഇതിന് മുന്നോടിയാണെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ജനറൽ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ ശശികല മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തിപ്പെട്ടിരുന്നു. ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ M തമ്പിദുരയും ചില സംസ്ഥാന മന്ത്രിമാരും ഇതേ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പാർട്ടിയുടെയും സർക്കാരിന്റെയും നേതൃത്വം പഴയതുപോലെ ഒരാൾ തന്നെ വഹിക്കുന്നതാണ് ഉചിതമെന്ന വാദമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ജയലളിതയ്ക്ക് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും അതോടൊപ്പം പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്കും ഒരു സ്ത്രീ തന്നെ എന്നൊരു നിഗമനവും പാർട്ടി നേതാക്കൾക്കിടയിലുണ്ട്. ഇത്തരം വിലയിരുത്തലുകളെല്ലാമാണ് ജയലളിതയ്ക്ക് പിൻഗാമിയായി ഇപ്പോൾ പനീർസെൽവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശശികലയെ അവരോധിക്കാൻ ഇപ്പോൾ അണ്ണാ DMK പാർട്ടി നേതാക്കൾക്കിടയിൽ ഇപ്പോൾ ധാരണയിലെത്തിയിരിക്കുന്നത്. പ്രജീഷ്, മനുശങ്കരൻ വിശദാംശങ്ങൾ നൽകിയത്. ലോ അക്കാദമിയിൽ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചെന്ന പരാതിയിൽ വിദ്യാർത്ഥികളിൽ നിന്നും കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ മൊഴിയെടുക്കുന്നു. അതേസമയം വിദ്യാർത്ഥി സമരം 26-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. നാളെ ക്ലാസുകൾ പുനരാരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. വിശദാംശങ്ങളുമായി സുനിൽ ചേരുന്നു. സുനിൽ, മൊഴി രേഖപ്പെടുത്തുകയാണോ? എന്തൊക്കെയാണ് കുട്ടികൾ തുറന്നു പറയുന്നത്? പ്രജിഷ്, കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ മൊഴിയെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് KE ബൈജു തന്നെ കോളേജിലെത്തി വിദ്യാർത്ഥികളുമായി കോളേജിനകത്തേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. അരമണിക്കൂർ മുമ്പ് തന്നെ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തുകയും പരാതി നൽകിയ വിദ്യാർത്ഥികളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയുമാണ്. അതിനുശേഷം വിദ്യാർത്ഥികളുമായി കന്റോൺമെന്റ് AC കൂടിയായ ബൈജു ഇപ്പോൾ മാനേജ്മെന്റിനെ കാണാനായി പോയിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ സമരം 26-ാം ദിവസത്തിലേക്ക് കടന്നതോടുകൂടി തന്നെ സമരം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി തന്നെ വിദ്യാർത്ഥി സംഘടനകൾ യോഗം ചേരുകയാണ്. നാളെ ക്ലാസ് തുടങ്ങാനിരിക്കുന്ന ഒരു സാഹചര്യം പറയുന്നുണ്ട്. കാരണം ഈ ക്ലാസ് തുടങ്ങാനിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി വിദ്യാർത്ഥി സംഘടനകളുടെ യോഗവും അവർ പ്രത്യേകം ചേരുന്നുണ്ട്. ഈ K മുരളീധരൻ MLA നിരാഹാര സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ലോ അക്കാദമി വിഷയത്തിൽ ഇന്നലെ ചർച്ച നടത്തിയിരുന്നു സർക്കാരുമായി. പക്ഷേ ഈ ചർച്ചയിൽ പരിഹാരം കാണാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് K മുരളീധരൻ MLAയോട് തന്നെ അത്തരം കാര്യങ്ങൾ ചോദിക്കാം. ഇന്നലെ ചർച്ച നടത്തിയിരുന്നു സർക്കാരുമായി. പക്ഷേ ആ ചർച്ചയിൽ യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാത്തൊരു പശ്ചാത്തലമാണ്. നാളെ ക്ലാസ് തുടങ്ങാൻ പോകുന്നു. എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകണം. കുട്ടികളെ സമരരംഗത്തുള്ളിടത്തോളം കാലം ആ സമരത്തിൻ്റെ പിന്തുണയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ സമാധാനത്തിൻ്റെ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നാളെ ക്ലാസുകൾ പോലീസിൻ്റെ സുരക്ഷയോടുകൂടി ക്ലാസുകൾ തുടങ്ങാൻ പോകുന്ന പശ്ചാത്തലത്തിൽ കുട്ടികൾ ഒരു വിഭാഗം കുട്ടികൾ ക്ലാസ്സിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മറ്റൊരു വിഭാഗം കുട്ടികൾ ഇവിടെ സമരത്തിന് നടക്കുന്ന ഒരു സാഹചര്യം. ഇതിനെങ്ങനെയാണ് പാർട്ടി കാണുന്നത്? 80% വിദ്യാർത്ഥികളും ഇന്ന് സമരരംഗത്താണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാളെ ബലമായിട്ടുള്ള എന്തെങ്കിലും നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ട് സംഭവിക്കുന്ന ഒന്നിനും ഞങ്ങൾ ഉത്തരവാദിയാണ്. ഞങ്ങൾ ഈ സമാധാനത്തിൻ്റെ വാതിലെടുക്കാനും കുട്ടികൾക്ക് പിന്തുണയുമായി നാളെ അവർ ക്ലാസ്സിൽ കയറുന്നത് തടസ്സപ്പെടുത്തുന്നതിന് ഇവിടെ സമരം ചെയ്യുന്ന കുട്ടികൾ പോകുമെങ്കിൽ അവർക്ക് പിന്തുണ ഉണ്ടാവും. കുട്ടികളെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിന്തുണയുണ്ടാവും. പക്ഷേ ഞങ്ങൾ ആരെയും തടയാനും പിടിക്കാനും പോകുന്നില്ല. പക്ഷേ കുട്ടികളെ അങ്ങനെ തടയുകയും അതിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്താൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. കാരണം ഗവൺമെൻറ് ചെയ്യേണ്ട യുദ്ധത്തിന് പോകല്ല. ആ കുട്ടികളെ വിളിച്ച് ചർച്ച ചെയ്ത് അവരുടെ ആവശ്യം അംഗീകരിക്കും.
ഇത്തരത്തിൽ കുട്ടികളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി തന്നെയാണ് കെ മുരളീധരൻ MLA നിൽക്കുന്നത്. ഏതായാലും KPCCയുടെ പ്രസിഡന്റ് കൂടെ ഇവിടെയുണ്ട്. അദ്ദേഹത്തോടു കൂടി നമ്മുടെ ഈ സമരത്തെക്കുറിച്ച് ചോദിക്കാം. ഇത്തരത്തിൽ കൂടുതൽ ശക്തമായ രീതിയിലേക്ക് സമരം കൊണ്ടുപോകാനാണ് വിദ്യാർത്ഥി പ്രതിനിധികൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ക്ലാസ് തുടങ്ങാൻ പോകുന്നു. വലിയൊരു ആശങ്ക തന്നെയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉള്ളത്. ഇതിനെങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? ഒരുപാട് സമരങ്ങൾ നടത്തി പാരമ്പര്യവും പശ്ചാത്തലവും ഉള്ളവരാണ് ഇന്ന് അധികാര സ്ഥാനത്തിരിക്കുന്നത്. അവരൊരിക്കലും കരിങ്കാലിപ്പണി ചെയ്യും എന്ന് കേരളം കരുതുന്നില്ല. ഈ സർക്കാരിൻ്റെ പൂർണ്ണമായ സംരക്ഷണത്തോടുകൂടി, പോലീസിൻ്റെ ബന്ദോബസ്തോടുകൂടി ഇവിടെ നടക്കുന്ന സമരത്തിനെതിരെ സർക്കാർ മാനേജ്മെൻറ്റിനോടൊപ്പം മുന്നോട്ട് പോയാൽ കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചനയായിരിക്കും അത്, വിദ്യാർത്ഥി വഞ്ചനയായിരിക്കും അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർക്കാർ അങ്ങനെ അവർ ഒരു പണിക്ക് പോകും എന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. ഈ സർക്കാരിൽ പക്വതയോടെ ചിന്തിക്കുന്ന ഒരുപാട് പേര് ഉണ്ടല്ലോ. അവരാലോചിക്കണം, ഇതാണോ മാർഗം? പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ന്യായമായ കാര്യം. പ്രശ്നം പരിഹരിക്കാതെ ബലപ്രയോഗത്തിലൂടെ ക്ലാസുകൾ നടത്തിയെടുക്കാം എന്നൊരു വ്യാമോഹം അവർക്കുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ തെറ്റായിരിക്കും പറ്റുന്നത്. അങ്ങനെ അവർ ചിന്തിക്കരുത്. അതിന് പകരം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം. ഇവിടെ വിദ്യാർത്ഥി സമൂഹം ഒറ്റക്കെട്ടായി സമരരംഗത്ത് നിൽക്കുന്നു. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന KPCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ K മുരളീധരൻ MLA, ഈ നിയോജകമണ്ഡലത്തെ പ്രതികരിക്കുന്ന ജനപ്രതിനിധിയാണ് അദ്ദേഹം. കേരളം അംഗീകരിക്കുന്ന ജനനേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലൊരാൾ വിദ്യാർത്ഥികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് സമരരംഗത്തിരിക്കുമ്പോൾ, മറ്റ് സംഘടനകളും സമരരംഗത്ത് നിൽക്കുമ്പോൾ, അതിനെയെല്ലാം ബലപ്രയോഗത്തിലൂടെ അധികാരം ഉപയോഗിച്ച് മാനേജ്മെന്റ് പക്ഷത്ത് ചേർന്ന് അടിച്ചമർത്താം എന്ന തെറ്റിദ്ധാരണ ഒരു കാരണവശാലും സർക്കാരിനുണ്ടാകരുത്. സർക്കാരിൻ്റെ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPMന്റെ പിന്തുണയുണ്ട് എന്ന ധാരണയിൽ മാനേജ്മെന്റ് ഈ ശ്രമങ്ങളുമായി മുന്നോട്ട് പോയാൽ കനത്ത വില അവർക്ക് നൽകേണ്ടി വരും. തീർച്ചയായും ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. അതാണ് KPCC പ്രസിഡന്റ് കൂടിയായ VM സുധീരൻ പറഞ്ഞിരിക്കുന്നത്. കാരണം വിദ്യാർത്ഥി സമരത്തെ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഏകപക്ഷീയമായ രീതിയിൽ പോലീസിൻ്റെയൊക്കെ സുരക്ഷിതത്വത്തോടു കൂടി തന്നെ ക്ലാസ് തുടങ്ങാം എന്ന് വ്യാമോഹിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കുകയില്ല. സർക്കാരും ഇത്തരത്തിൽ CPM അത്തരത്തിലൊരു വ്യാമോഹത്തിലേക്ക് പോവുകയില്ല എന്നും KPCC പ്രസിഡന്റ് അല്പം മുമ്പാണ് നമ്മളോട് പ്രതികരിച്ചത്. ഏതായാലും ഇപ്പോൾ അകത്ത് മൊഴിയെടുക്കുന്ന പ്രക്രിയ പുരോഗമിക്കുന്നുണ്ട്. കെ ബൈജു തന്നെ മാനേജ്മെന്റിന്റെ സാന്നിധ്യത്തിൽ തന്നെ വിദ്യാർത്ഥികളെ കൊണ്ടുപോയിരിക്കുകയാണ്. ഈ പരാതി നൽകിയ SC/ST പ്രശ്നവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. പേരൂർക്കട പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഈ കേസിന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഒരു DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് അന്വേഷണ ചുമതല നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കന്റോൺമെന്റ് AC കെ ബൈജു നേരത്തെ തന്നെ വിദ്യാർത്ഥികളിൽ നിന്ന് ഒരിക്കൽ മൊഴിയെടുത്തിരുന്നു. അതിനുശേഷം വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തലും മാനേജ്മെന്റ് സാന്നിധ്യത്തിൽ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഈ ലോ അക്കാദമിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നാളെ കൂടുതൽ പോലീസിനെ ഇറക്കിക്കൊണ്ട് തന്നെ ഇവിടെ കനത്ത സുരക്ഷ ഒരുക്കാനും പോലീസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ലോ അക്കാദമി നാളെ വിദ്യാർത്ഥികൾ ഈ ഗേറ്റിന് മുന്നിൽ തന്നെ കുത്തിയിരുന്നുകൊണ്ട് ഗേറ്റ് ഉപരോധിക്കാനുള്ള നീക്കമാണ് വിദ്യാർത്ഥികൾ നടത്തുന്നത്. കാരണം ABVP-യും MSF-ഉം അതുപോലെ AISF-ഉം അതുപോലെ വിദ്യാർത്ഥിനികളുടെ കൂട്ടായ്മയും ഒരുമിച്ച് കൊണ്ട് തന്നെ ഈ ഗേറ്റ് ഉപരോധിക്കുന്ന സമരത്തിലേക്ക് പോകും എന്നുള്ള സൂചനയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. സുനിലാണ് വിശദാംശങ്ങൾ ലോ അക്കാദമിക്ക് മുന്നിൽ നിന്നും നൽകിയത്. ലോ അക്കാദമിയിലേത് രാഷ്ട്രീയ സമരമായി വളർത്തിയെടുക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJP ഒരുക്കിയ കെണിയിൽ മറ്റ് പാർട്ടികൾ വീഴരുത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സംസ്ഥാനത്ത് സംഘർഷം നിലനിർത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് BJP നടത്തുന്നത്. പ്രിൻസിപ്പൽ സ്ഥാനത്തില്ലാത്തയാൾക്ക് എങ്ങനെ രാജിവെക്കാനാകുമെന്നും നിരാഹാര നാടകം മതിയാക്കണമെന്നും കോടിയേരി തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതോടുകൂടി ഇനിയും സമരം നീട്ടിക്കൊണ്ടു പോകുന്നത് ഒരു രാഷ്ട്രീയ സമരമാണ്. ഇതൊരു SFI വിരുദ്ധ സമരമാക്കി മാറ്റാനുള്ള നീക്കമാണ് ആ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കോളേജിലെ കുട്ടികളൊന്നും നിരാഹാരത്തിനില്ലേ. അതുകൊണ്ട് നിരാഹാരത്തിൻ്റെ ഈ നാടകമൊക്കെ മതിയാക്കുന്നതാണ് BJP-ക്കാർക്ക് നല്ലത്. ഇതൊക്കെ ജനം കണ്ടതല്ലേ. ചീമേനി തുറന്ന ജയിലിൽ ചട്ടങ്ങൾ ലംഘിച്ച് ഗോപൂജ.
ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് പൂജ നടത്തിയത്. കർണാടകയിൽ നിന്നുള്ള RSS നേതാക്കളെ പങ്കെടുപ്പിച്ചാണ് പൂജ. ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക്. പൂജയിൽ RSS തടവുകാരും പങ്കെടുത്തു. ഗോമാതാവിന് ജയ് വിളിച്ചുകൊണ്ടായിരുന്നു പൂജ നടത്തിയത് ജയിൽ DGPയുടെ അനുമതിയില്ലാതെ. വിശദാംശങ്ങളുമായി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, ജയിൽ ചട്ടങ്ങൾ ഒക്കെ തന്നെ നിലനിൽക്കെ ജയിൽ DGPയുടെ ഒക്കെ തന്നെ അറിവില്ലാതെ നടത്തിയ ഒരു ചട്ടലംഘനം എത്രത്തോളം ഗുരുതരമായിരുന്നു ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്ന കാര്യങ്ങൾ? ചീമേനി തുറന്ന ജയിലിൽ ഫെബ്രുവരി 1-നാണ് ഗോപൂജ നടന്നത്. കർണാടകയിലെ ഹൊസനഗര രാമചന്ദ്രപുര മഠാധിപതി രാഘവേശ്വര ഭാരതി സ്വാമികളുടെ നേതൃത്വത്തിലായിരുന്നു പൂജ. ഇദ്ദേഹത്തിന്റെ കൂടെ കർണാടകയിൽ നിന്നും 25-ലധികം വരുന്ന RSS നേതാക്കളും പ്രവർത്തകരും പൂജയ്ക്ക് വേണ്ടി ജയിലിലേക്ക് എത്തിയിരുന്നു. ജയിൽ സൂപ്രണ്ട് AG സുരേഷ്, ജോയിന്റ് സൂപ്രണ്ട് KV ജഗദീശൻ എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. പൂജയുടെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. പൂജയ്ക്ക് മുന്നോടിയായി ജയിലിലെ BJP RSS തടവുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സൂപ്രണ്ടിന്റെ മുറിയിൽ പ്രത്യേക ക്ലാസും നടത്തിയിരുന്നു. നേരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ സൂപ്രണ്ടായിരിക്കെ സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കേസിലെ പ്രതിയായ ബിജു രാധാകൃഷ്ണനെ സ്വാധീനിക്കാൻ ശ്രമിച്ച വിവാദത്തിലായ ഉദ്യോഗസ്ഥനാണ് AG സുരേഷ്. ജോയിന്റ് സൂപ്രണ്ട് KV ജഗദീശനാകട്ടെ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കണ്ണൂരിലെ നടുവിൽ നടന്ന RSSന്റെ ആയുധ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി ഇല്ലാതെ ഈ രണ്ടുപേരും ചേർന്നാണ് ഇവിടെ പൂജ നടത്തിയത്. പ്രതീക്ഷ, അതായത് ഇവിടെ അസ്വാഭാവികത വരുന്നത് കാരണം ഇതുവരെ ഇല്ലാത്ത അല്ലെങ്കിൽ തുടർന്ന് വരാത്ത സാഹചര്യങ്ങളിലേക്ക് ഇങ്ങനെ കുറെ തടവുകാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഗോപൂജ ആചാരങ്ങളൊക്കെ തന്നെ അത് എല്ലാവരുടെയും ഒക്കെ തന്നെ മൗലികാവകാശങ്ങളുടെ ഭാഗമാണ്. അതിനപ്പുറത്തേക്ക് ചില തെറ്റായ സന്ദേശങ്ങൾ ഇവിടെ ഏത് രീതിയിൽ നൽകുന്നു? ഒരു അസ്വാഭാവിക രീതിയിൽ ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രതീക്ഷ, രണ്ട് തരത്തിലാണ് ഇതിന്റെ പ്രശ്നം. ഒന്ന്, ജയിലിൽ ഇത്തരത്തിൽ മറ്റ് നാടുകളിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാള് കിടക്കണമെങ്കിൽ തന്നെ കൃത്യമായ അനുമതി വാങ്ങണം. ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കണമെങ്കിൽ ജയിൽ DGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ജയിൽ വകുപ്പിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഇത്തരം ഒരു ചടങ്ങുകൾ നടത്താൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ് ചട്ടം. എന്നാൽ അത് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഈ രണ്ട് ഉദ്യോഗസ്ഥർ, അവിടുത്തെ സൂപ്രണ്ടും ജോയിന്റ് സൂപ്രണ്ടും മാത്രം അറിഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു വിഭാഗം ജീവനക്കാരെയും ഒരു വിഭാഗം തടവുകാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പൂജ നടന്നത്. അതിന്റെ ഒരു നിയമവശം ഇതാണ്. മറ്റൊരു വശം അതിന്റെ ഒരു ധാർമ്മികപരമായ വിഷയമാണ്. ജയിലിനകത്ത് ഇത്തരം ഒരു പൂജ നടക്കുന്നു. പല മതസ്ഥരും പല വിശ്വാസ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്നവരും ഒക്കെ ജയിലിനകത്തുണ്ടാകും. അവർക്കിടയിൽ ബോധപൂർവമായ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൽപ്പെട്ട അല്ലെങ്കിൽ RSSന്റെ BJPയുടെയും മാത്രം പ്രവർത്തകരായ തടവുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്ലാസും പൂജയും ഒക്കെ നടത്തുന്നതിന്റെ ധാർമ്മികത മറുവശത്തുണ്ട്. ഇത് രണ്ടും വലിയ വിഷയം തന്നെയാണ്. പ്രജീഷ്, PV കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നടന്നു വരുന്ന DYFI അഖിലേന്ത്യാ സമ്മേളനം വമ്പിച്ച യുവജന റാലിയോടെ ഇന്ന് സമാപിക്കും. പുതിയ ഭാരവാഹികളെ ഇന്ന് തിരഞ്ഞെടുക്കും. നേതൃത്വത്തിലെ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതി സമ്മേളനം ഇന്ന് പരിഗണിക്കും. സംഘടനാ നേതൃത്വത്തിൽ വനിതാ പ്രാതിനിധ്യം 20% ഉറപ്പാക്കണമെന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ ഭേദഗതി നിർദ്ദേശം ഇന്ന് സമ്മേളനം പരിഗണിക്കും. സംഘടനയുടെ സെക്രട്ടേറിയറ്റുകളിൽ 2 പേരെങ്കിലും വനിതകളാകണമെന്ന നിബന്ധനയും ഭേദഗതിയിലുണ്ടാവും. സംഘടനയുടെ പുതിയ അഖിലേന്ത്യാ ഭാരവാഹികളെയും ഇന്നറിയാം. പുതിയ സാഹചര്യങ്ങളെ നേരിടാൻ മുദ്രാവാക്യങ്ങളും സമരരീതികളും പുനർനിർണയിക്കാനുള്ള തീരുമാനം സമ്മേളനം കൈക്കൊണ്ടു. വർഗീയതയ്ക്കെതിരെ ബഹുമുഖ സമരം ഉയർത്തിക്കൊണ്ടുവരുമെന്നും DYFI പ്രഖ്യാപിക്കുന്നു. തൊഴിലില്ലായ്മ, വർഗീയത, അനാചാരങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. ദുരഭിമാന ഹത്യകൾക്കെതിരെ ശക്തമായ നിയമം വേണമെന്ന ആവശ്യവും DYFI മുന്നോട്ട് വച്ചിട്ടുണ്ട്. വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾ പ്രണയിക്കുന്നതിന്റെ പേരിൽ, വിവാഹം കഴിക്കുന്നതിന്റെ പേരിൽ ബന്ധുക്കൾ തന്നെ കൊലപ്പെടുത്തുന്ന സ്ഥിതിയാണുള്ളത്. ചില സന്ദർഭങ്ങളിൽ ജാതി പഞ്ചായത്തുകൾ വധശിക്ഷ വിധിക്കുന്നു. അങ്ങനെ ഒരു കാട്ടുനീതി ഇന്ന് രാജ്യത്ത് നിലനിൽക്കുകയാണ്. ജാതി പഞ്ചായത്തുകൾ ഭരണഘടനാ ബാഹ്യമായ നിയമവിരുദ്ധമായിട്ടുള്ള സംവിധാനമാണ്. അതിനെ ഉടനടി നിരോധിക്കണം. ഉച്ചയോടെ പ്രതിനിധി സമ്മേളനം അവസാനിക്കും. ലക്ഷത്തോളം പേർ അണിനിരക്കുന്ന യുവജന റാലിയോടെ സമ്മേളനം സമാപിക്കും. വൈകിട്ട് 5-ന് മറൈൻ ഡ്രൈവിലെ ഫിഡൽ കാസ്ട്രോ നഗറിലാണ് സമാപന സമ്മേളനം. സീതാറാം യെച്ചൂരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, MA ബേബി തുടങ്ങി പ്രമുഖർ സമാപന സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. DYFI അഖിലേന്ത്യാ സമ്മേളനത്തിന് ഇന്ന് തിരശ്ശീല വീഴും. ബഹുജന റാലിയോടെയായിരിക്കും സമാപന സമ്മേളനം നടക്കുക. വിശദാംശങ്ങളുമായി സലി മുഹമ്മദ് ചേരുന്നു. സലി, അവസാനവട്ട ഒരുക്കങ്ങൾ, അതായത് ബഹുജന റാലി, സമാപന സമ്മേളനം, എങ്ങനെയാണ് കാര്യങ്ങൾ? പ്രജീഷ്, പ്രതിനിധി സമ്മേളനം കഴിഞ്ഞ 4 ദിവസമായി
രോഹിത് വെമുല നഗറിൽ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയാം. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അബോയ് മുഖർജി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടും അഖിലേന്ത്യാ പ്രസിഡന്റ് MP രാജേഷ് MP അവതരിപ്പിച്ച രാഷ്ട്രീയ സംഘടനാ പ്രമേയവും സമ്മേളനം അംഗീകരിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ ഭരണഘടനാ ഭേദഗതി ഉണ്ട്. അത് അംഗീകരിച്ചതോടുകൂടി സംഘടനയുടെ പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തിയാവും. തുടർന്ന് പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കും. DYFIയുടെ പുതിയ നേതൃത്വനിര ആരൊക്കെയാണ് എന്ന് ഇന്ന് സമ്മേളനം പ്രഖ്യാപിക്കും. അതോടുകൂടി പ്രതിനിധി സമ്മേളനം അവസാനിക്കും. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഉച്ചയോടുകൂടി. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടിയായിരിക്കും വലിയ യുവജന റാലി നടക്കുക. മറൈൻ ഡ്രൈവിൽ ഫിഡൽ കാസ്ട്രോ നഗറിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം പേർ അണിനിരക്കുന്ന വലിയൊരു യുവജന റാലിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേന്ദ്രീകരിച്ചുള്ള പ്രകടനം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം കൊച്ചി പോലുള്ള അതീവ ഗതാഗതക്കുരുക്കുള്ളൊരു നഗരത്തിൽ അത് വലിയ പ്രശ്നങ്ങൾ, അസൗകര്യങ്ങൾ സാധാരണ ജനങ്ങൾക്കുണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ കേന്ദ്രീകരിച്ചുള്ള പ്രകടനം ഒഴിവാക്കി മറൈൻ ഡ്രൈവിലെ ഫിഡൽ കാസ്ട്രോ നഗറിലേക്ക് എത്തിച്ചേരാനാണ് മുഴുവൻ DYFI പ്രവർത്തകരോടും ആവശ്യപ്പെട്ടിരിക്കുന്നു. എറണാകുളം ജില്ല മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു റാലിയായിരിക്കും നടക്കുക. റാലി CPM പോളിറ്റ് ബ്യൂറോ അംഗം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, MA ബേബി തുടങ്ങി ഒട്ടേറെ പ്രമുഖരും ഈ പൊതുസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ 4 ദിവസമായി ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലും ഒക്കെ യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ സവിസ്തരം ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ചൊക്കെ DYFI എന്ന സംഘടനയുടെ നിലപാട് പ്രഖ്യാപിക്കുകയും പ്രമേയങ്ങളായി പാസാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒട്ടനവധി വിഷയങ്ങൾ ദേശീയ തലത്തിൽ നോട്ട് നിരോധനം സൃഷ്ടിച്ച തൊഴിലില്ലായ്മ, ജാതി പഞ്ചായത്തുകൾ, വർഗീയത, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവയ്ക്കൊക്കെയുള്ള പരിഹാരമെന്ന നിലയ്ക്ക് ബദൽ മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയങ്ങളൊക്കെയും സമ്മേളനം അംഗീകരിച്ചു. ചുരുക്കത്തിൽ കഴിഞ്ഞ 4 ദിവസമായി ഇന്ത്യൻ യുവതയുടെ ഒരു പ്രതീകമെന്ന നിലയ്ക്ക് DYFIയുടെ വിവിധ ഘടകങ്ങളിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 780 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. അവർ വളരെ വിശദമായി തന്നെ ഇന്ത്യൻ യുവത നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രഖ്യാപിച്ചു. ഏതാണ്ടും പ്രതിനിധി സമ്മേളനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. പുതിയ ഭാരവാഹികളെ ഇന്നറിയാം. DYFIയുടെ ഭരണഘടനാ ഭേദഗതി സംബന്ധിച്ച് ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് DYFIയുടെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികളിൽ 20% സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തരത്തിൽ ഭരണഘടന ഭേദഗതി ചെയ്യണം എന്നുള്ള ഒരു നിബന്ധനയാണ്. അത്തരം ഒരു ഭരണഘടനാ ഭേദഗതിയിലേക്ക് ഇന്ന് സമ്മേളനം അല്പസമയത്തിനകം കടക്കും. അതിനുശേഷം പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്ത് പ്രതിനിധി സമ്മേളനം അവസാനിക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും 1 ലക്ഷത്തോളം പേർ അണിനിരക്കുന്ന വലിയ യുവജന റാലി നടക്കുക. സാലിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയിൽ